പാർട്ടി ഉള്ള സ്ഥലത്ത്, അതായത് പാർട്ടിക്ക് എല്ലാ തലത്തിലും ശക്തിയുള്ള സ്ഥലമാണ്, സംഘടനാപരമായി രാഷ്ട്രീയപരമായി ഉൾക്കരുത്തുള്ള സ്ഥലത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിന് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘടനാ ദൗർബല്യമില്ലേ? സംഘടനാ ദൗർബല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ അയാളെ മനസ്സിനെ ഹർട്ട് ചെയ്ത എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അതൊന്നും ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അല്ല, ഗോവിന്ദൻ മാസ്റ്ററുടെ ചിരി ഒരു പ്രധാന ഘടകമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും ഒരാളിപ്പോൾ ചിരിച്ചു പോയി കഴിഞ്ഞാൽ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിരിച്ചാൽ പോക്കാണോ? അല്ലെങ്കിൽ ഭംഗിയില്ലാത്തൊരു ചിരി അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാൻ പറ്റുമോ? ചിരിയൊരു കാരണമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അനുവദിച്ചിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം സുധാകരന് വേണ്ടി ലംഘിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമല്ലേ ഒരു പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിന് രാജിവെച്ച് അമ്പലപ്പുഴയിൽ നിന്ന് നമുക്ക് നേരെ പാലക്കാട്ടേക്ക് വരണം. അങ്ങ് കൂടി നേരിട്ട് ഭാഗമായതാണ് PK ശശിക്കെതിരായ നടപടി, പാർട്ടിക്കകത്തെ നടപടി. അന്വേഷണ കമ്മീഷൻ അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ AK ബാലനും PK ശ്രീമതിയുമായിരുന്നു പാർട്ടിക്ക് കിട്ടിയ പരാതി അന്വേഷിച്ചത്. അന്ന് നിങ്ങൾ സംരക്ഷിച്ചതല്ലേ PK ശശിയെ? ഇപ്പോൾ കുറ്റബോധമില്ലേ? സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നവും കുറ്റബോധത്തിൻ്റെ പ്രശ്നവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ശിക്ഷാ നടപടി ഞങ്ങളുടെ പാർട്ടിയിൽ. ആദ്യം മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടി റെക്ടിഫിക്കേഷനാണ്. എന്നിട്ട് പഴയ ബോധത്തിലേക്ക് അവരെത്തിക്കണം. എന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സ്ഥാനത്തേക്ക് അവരെത്തിക്കണം. അപ്പോൾ ഒരു കറക്ഷനാണ്, ഒരു വിദ്യാഭ്യാസമാണ് ഏത് നടപടി എന്ന് പറയുന്നത്. അപ്പോൾ നടപടി എടുത്തയാളിൽ നിന്നും ആജീവനാന്തം പുറത്ത് നിർത്തുക എന്നുള്ള സമീപനം ഞങ്ങൾക്കില്ല. ശശിക്ക് ഉള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ വളരെ ചെറുപ്പത്തെ വന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണനും ഞാനും, ബാലകൃഷ്ണൻ സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ വന്ന സമയത്ത് അന്നും ഈ SFIയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ശശീനെ ഇവർ ഒഴിവാക്കി. ഏത് 1978 SFI കമ്മിറ്റി SFIയിൽ നമ്മളൊന്നും ഇത് ഈ ഗ്രൂപ്പ് ആലോചിക്കാം. ഭരണകൂടം നോക്കാം. നമ്മൾ ഈ KSUക്കാരൻ്റെ കത്തിയും ചെയിനും കൊണ്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിന് സമയം ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ഇവിടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ആയക്കാട് എന്ന് പറയുന്നൊരു സ്കൂളായിരുന്നു SFIയുടെ ജില്ലാ സമ്മേളനം. അതിൽ വെച്ച് ശശിനെ തോപ്പിച്ചു ഇവരെല്ലാം കൂടി. അപ്പോൾ കോടിയേരി എന്നോട് പറഞ്ഞു അതൊരു ശരിയല്ലല്ലോ, നമുക്ക് ശശിനെ സംരക്ഷിക്കണം. സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നിട്ട് അവരെ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുത്തു. ആരെ? എന്നിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രക്ഷിച്ച ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണനും ഞാനും. പിന്നെ ഈ നടപടി എന്ന് പറഞ്ഞാൽ ഒരാഘോഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പോലെ ഈ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശിക്ക് ഒരു ആഘോഷം. എപ്പോഴും നടപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ചന്ദ്രനുള്ള സമയത്ത് നടപടി, രാജേന്ദ്രനുള്ള സമയത്ത് നടപടി, ഉണ്ണിയുള്ള സമയത്ത് എപ്പോഴും നടപടി എടുക്കും. പിന്നെ തിരിച്ചു വരും, പിന്നെ നടപടി എടുക്കും. ഈ അവസാനത്തെ നടപടി എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല. തിരുത്താൻ ശശി തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുള്ള അവസരം എന്നുള്ള നിലയിൽ തന്നെയാണ് CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റിയില്ല. പാർട്ടി ബ്രാഞ്ചിലേക്ക് KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല. ബ്രാഞ്ചിലേക്ക് ഈ തരം താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമുള്ള നടപടിയല്ല. കാരണം അതിനേക്കാളും മുമ്പേ പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്തു ഒരു വനിതാ സഖാവിൻ്റെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനേക്കാളും മുമ്പേ അന്വേഷിച്ചു. ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ. 1.5 വർഷം കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചെടുത്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നു. അതിന് ശേഷമാണ് സംഘടനാപരമായ ഈ ഒരു നടപടിയിലേക്ക് പോയത്. അത് നമുക്ക് ശശി തന്നെ സമ്മതിച്ചതാണ് തെറ്റ്. കാരണം ജില്ലാ സെക്രട്ടറിക്കെതിരായി ഒരു പ്രശസ്തനായിട്ടുള്ള പ്രവർത്തകനുമായി അദ്ദേഹം ബന്ധപ്പെട്ട കാര്യം അത് അദ്ദേഹം തന്നെ സമ്മതിച്ചു. പരാതി വന്നു, അല്ല അന്വേഷിച്ചു. ജില്ലാ സെക്രട്ടറിക്കെതിരായില്ലേ, അത് അയാൾ തന്നെ സമ്മതിച്ചു. സുരേഷ് ബാബുവിനെ അല്ല, ശശി തന്നെ. അപ്പം പിന്നെ നടപടി എടുക്കാതിരിക്കുക എന്നുള്ളത് പറ്റില്ലല്ലോ. എന്നാലും തിരിച്ചു വരട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. തിരിച്ചു വരുന്നുണ്ടെ വന്നോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.